ചേച്ചി ചേച്ചി കരയാണോ? പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് എന്നാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനാവുക? ഇതിപ്പോ ഒരാഴ്ചക്കുള്ളില് എല്ലാം ഭേദാവൂന്ന ഡോക്ടർ പറഞ്ഞേ. വെറുതെ പറയുന്നത്. എനിക്കറിയാം ഈ കിടക്കയിൽ തന്നെ ഞാൻ കിടക്കേണ്ടി വരുമെന്ന്. കുറെ കഴിയുമ്പോ ഈ ശരീരം പൊട്ടി ഒലിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെ സ്വന്തക്കാരും ബന്ധം പറഞ്ഞു വരുന്നവരൊക്കെ അകലും. ചേച്ചി ഒടുവിൽ ഞാൻ ഏതെങ്കിലും ഒരു മുറിക്കുള്ളില് ഒറ്റപ്പെടും. അവിടം കൊണ്ട് ഞാനങ്ങ് ഒടുങ്ങും. എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? ഡോക്ടർ ഇതേ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുതെന്ന്. എന്റെ ശരീരത്തിൽ തനിയെ ചലിപ്പിക്കാൻ പറ്റുന്നത് എന്റെ നാവ് മാത്രം. അതും കൂടി തടസ്സപ്പെടുത്തുകയാണോ? ചേച്ചി ദേ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെക്കണ്ട. നോക്ക്, ചേച്ചി തളർന്നു കിടക്കൊന്നുമല്ല. ഇതിപ്പോ ഇവിടെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള റെസ്റ്റാ. അങ്ങനെ കണക്കൂട്ടിയാ മതി. നോക്കി, ഒരാഴ്ച കഴിഞ്ഞ ചേച്ചിക്ക് ഞങ്ങളെ പോലെ നടക്കാനും ഇരിക്കാനും ഒക്കെ കഴിയും. വെറുതെ ഇങ്ങനെ ആലോചിച്ച് മനസ്സ് സങ്കടപ്പെടുത്താതിരുന്നാ മതി. എന്റെ സങ്കടം അതെന്നെ വിട്ട് എങ്ങനെ മാറാനാ? എന്റെ മോള്, അവളെ ഒന്ന് എടുക്കാനോ കാലോലിക്കാനോ എനിക്ക് കഴിയുന്നുണ്ടോ? ദേ മോള് സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഇവക്കിപ്പോ പഴയ പോലെ കരച്ചിലുമില്ല. അച്ഛൻ എങ്ങനെ കുഞ്ഞിനെ നോക്കുന്നു ചിന്തിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അതാ പറഞ്ഞ മോളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പപ്പയ്ക്കും സത്യയ്ക്കും ഒപ്പം സന്തോഷത്തോടെയാ മോള് നിൽക്കുന്നത്, അല്ലേ? അവരോടൊപ്പം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? കുറുമ്പത്തിയാണോ ഇവള്? അതോ രാജീവേട്ടനെ പോലെ ദേഷ്യക്കാരിയാണോ? ദേ മിടിക്കുക. ചേച്ചിയെ പോലെ തന്നെ മോൾക്ക് നല്ല സ്നേഹമുണ്ട്. പപ്പയും സത്യമൊക്കെ വലിയ കാര്യ. അങ്ങനെ ആവട്ടെ. അവിടെ ജീവിക്കാനാണ് അവൾക്ക് യോഗമെങ്കിൽ നമ്മളെ പോലെ സ്നേഹത്തോടെ അവളും വളരട്ടെ.